ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡൂഡു ഡയറീസ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ സ്വന്തം വെഞ്ഞാറമൂടുള്ള ഗോകുലം ഹോസ്പിറ്റലിലോട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഉമ്മാമ്മയുടെ ഒരു ആവശ്യത്തിനാണ് വന്നത്. ഇവിടെ വന്നപ്പം എന്തോ എക്സ്പോ നടക്കുന്നതായിട്ട് മനസ്സിലായി. കയറാമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി ഗൈസ്. കുറച്ച് നേരം ഒ പിയിൽ വെയിറ്റ് ചെയ്ത് ഡോക്ടറിനെ കണ്ടപ്പോൾ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന്. അതിനായിട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ ഊരിയിട്ട് ഉമ്മാമ്മ റൂമിലോട്ട് പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏകദേശം 2:30 കഴിഞ്ഞിരുന്നു. അങ്ങനെ വിശപ്പെടുക്കാനായിട്ട് ഞാൻ 2 ഗുഡ് ഡേ ബിസ്ക്കറ്റ് എടുത്ത് തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ പുളിമാത്തുള്ള ചട്നി മാമി റെസ്റ്റോറൻറ്റിൽ കയറിയായിരുന്നു. ഇതുവഴി പോകുമ്പോൾ മിക്കപ്പോഴും ഞങ്ങളിവിടെ കയറാറുണ്ട്. ചട്നി മാമി ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു ആംബിയൻസിൽ എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഇവിടെ റിങ് ചെയ്യാനായിട്ടൊരു ബെല്ലും തൂക്കിയിട്ടിട്ടുണ്ട്. അകത്തേക്ക് കയറി കയ്യും കഴുകി സീറ്റും പിടിച്ച് ഞങ്ങൾ 4 പേരും സദ്യയാണ് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്യേണ്ട താമസം ഇലയും വന്നു, കറികളും നിരന്നു. ഇതാ ഇവിടെ ഒരാൾ കഴിച്ചും തുടങ്ങി. ഇനി ഞാൻ കഴിക്കട്ടെ. 2 കൂട്ടം പായസവും കഴിച്ചിട്ട് ഷുഗറിൻ്റെ കഥ പറയുന്ന ചിരിയാണ് ആ മുഖത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവിടെ വന്ന് ബാഹുബലി ദോശ വാങ്ങി ബാക്കി വെച്ചിട്ട് പോയ കഥ പറയുന്ന ഉമ്മാമ മറ്റൊരു സൈഡിൽ. രസം കൂടി കൂട്ടി കഴിക്കാനുള്ള സ്പേസ് വയറ്റിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മെല്ലെ എല്ലാം അങ്ങോട്ട് മടക്കി കയ്യും കഴുകി ഞങ്ങളവിടെ നിന്നിറങ്ങി. അപ്പോഴാണ് ചട്നി മാമി പുറത്ത് വയ്ക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു. ഇവിടുത്തെ ഈ ബെഞ്ചും ടേബിളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവിടെ കുറച്ച് നേരം ഇരുന്നപ്പം ദേ മഴ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. കുറച്ച് നേരം വീണ്ടും അവിടെ ഇരുന്നു. വീട്ടിൽ വലിയ കാര്യമായിട്ട് ന്യൂസൊന്നും വായിക്കാത്ത എൻ്റെ ഉമ്മി ഇവിടെ വന്ന് എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. നാട്ടിലില്ലാത്ത ഉമ്മയുടെ സിസ്റ്ററിന് റിയൽ ചട്നി മാമിയെ കാണിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ നിന്ന് തന്നെ തന്ന കുടയും കൊണ്ട് ഞങ്ങളിതാ കാറിൽ കയറാനായിട്ട് പോവുകയാണ്. ഇനി നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അത്ത കോൺ കൊണ്ട് എന്തോ ഐറ്റമൊക്കെ റെഡിയാക്കാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. ആ ചോളം നേരെ പുഴുങ്ങി അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ചാനലൊന്ന് സബ് ചെയ്തേക്കണേ.